ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും, ഇത് കൊട്ടാരക്കര മനക്കരക്കാവിലെ ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രമാണ്. അവിടുത്തെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് പൊങ്കാല ഉണ്ടായിരുന്നു. ഞാനും അമ്മയും പോയി പൊങ്കാല ഇട്ടു. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന് അപ്പുറത്തും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ പൊങ്കാലയിട്ട് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ കാണാം കുട്ടി പൈതങ്ങൾ അവരുടെ ലോകത്തായിരുന്നു. അവർക്ക് അവരുടെ ടൈം പാസ് വേണ്ടേ, അവരുടെ രീതിയിൽ ടൈം പാസിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. ഞങ്ങൾ നോക്കുമ്പോൾ അവർ കമ്പൊക്കെ എടുത്ത് വാൾപ്പയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ തലേന്ന് രാത്രിയിൽ അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് ഇവർക്ക് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പോയി അവർക്ക് കയറണമെന്ന് പറഞ്ഞ സാധനത്തിലൊക്കെ അവരെ കൊണ്ട് കയറ്റി. കാരണം വെച്ചാൽ ഉത്സവത്തിന് അന്ന് തിരക്കായിരിക്കും ഇവിടെ മൊത്തം. ആ സമയത്ത് ഇവർക്ക് ടൈമിങ്ങും കുറച്ച് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ആകുമ്പോൾ തിരക്കില്ലാത്തപ്പം ഇവർക്ക് കുറേ കൂടി ടൈമിങ് കൂടുതൽ കിട്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടം കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടം വരും എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം വെള്ളമാണല്ലോ, വെള്ളം കുട്ടികളുടെ ഒരു വീക്ക്നെസ്സാണ്. എവിടെ വെള്ളം കണ്ടാലും കുട്ടികൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റും. അപ്പോൾ എന്തായാലും അവിടം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഇത് അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ ആണ്. അമ്പലത്തിൻ്റെ സൈഡിലാണ് ഈ സെറ്റപ്പ്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. പക്ഷേ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലൻ ലുക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഇവിടെ നമ്മുടെ ഗാനമേളയ്ക്ക് വേണ്ടിയുള്ള സ്റ്റേജ് കെട്ടുകയാണ്. ഇന്ന് ഗാനമേളയുണ്ട്, അതുകൊണ്ട് അത് സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇത് കഴിയുമ്പം ദാ വെള്ളത്തിലും പോയി. പറഞ്ഞായിരുന്നല്ലോ വെള്ളത്തിൽ കയറുമെന്ന്. ഇവിടെ അവർക്ക് കുറച്ചും കൂടി ടൈം കിട്ടി കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെയും തിരക്കില്ലായിരുന്നു ഇവർ പോയ സമയത്ത്, അതുകൊണ്ട് ഇവർക്കും ഇവിടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. പിന്നെ അവസാനം ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇവരെ പുറത്തോട്ട് ഇറക്കി വിട്ടത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ കുറച്ച് നേരം കൂടി ഇവിടെ കിടന്ന് കളിച്ചേനെ. നമുക്ക് സമയമില്ലല്ലോ, നമുക്ക് പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോകണം. അടുത്ത ദിവസം ഉത്സവമാണ്, ജോലികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു മതി ഇങ്ങ് പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഭാഗത്തു നിന്നൊരു ഫ്ലോട്ടുണ്ട്. ആ ഫ്ലോട്ടിലെ പെൺപുലികളാണ് ഈ നിൽക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരുതാ ഇങ്ങനെയാണ്, കെട്ടിയവരും കെട്ടാത്തവരും കുട്ടികളുള്ളതും കുട്ടികളില്ലാത്തതും ടീനേജേഴ്സും എന്താ ഒരു പൊടിക്കുഞ്ഞും എല്ലാവരും ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. നമ്മളെല്ലാം കൂടി ചെയ്യുന്നൊരു ഫ്ലോട്ടൊക്കെ ഇറക്കി. നമ്മൾ ശിവരാത്രിയുടെ സമയത്തെ ഇങ്ങനെ ബോയ്സൊക്കെ ഫ്ലോട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കും, ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ നടക്കായിരുന്നു. ഇപ്പോൾ കെട്ടി കുട്ടിയുമായി എന്താ ചെയ്യുക, ഇനി ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ മാറ്റാം. ഇപ്പോഴല്ല പിന്നെ എപ്പോഴാണ് ചെയ്യുക അല്ലേ. വയസ്സായിട്ട് ദൈവമേ ഞങ്ങളുടെ സമയത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, അല്ലെ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴത്തേന് വടിയും കുത്തി നടന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇപ്പോഴേ നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്കതങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടുകാരെന്തു പറയുന്നു അല്ലെങ്കിൽ അവരെന്തു പറയുന്നു ഒന്നും നമ്മൾ ചിന്തിക്കാൻ പോയില്ല. കാരണം പറയാനുള്ളവർ ആരായാലും പറയും. അതും നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളെല്ലാം കൂടി ചേർന്ന് ഉത്സവത്തിന് 3 ആഴ്ച മുമ്പായിരിക്കും കുറേ ഡാൻസ് സെറ്റപ്പ് റെഡിയാക്കി, സ്റ്റെപ്പൊക്കെ ഇട്ടു, കോർഡിനേറ്റ് ചെയ്തു എങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ അമ്മയും കൂടി കൂട്ടി. നമ്മൾ മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ, നമ്മൾ അമ്മമാരെ എൻജോയ് ചെയ്യണ്ടേ. നല്ല രസമായിരുന്നു അല്ലേ മോള് എന്തെങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചോ? കുട്ടികൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. അവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ വീട്ടുകാർ ഇപ്പം കുട്ടികളെ ഒറ്റയ്ക്കെങ്ങും വിടത്തില്ലല്ലോ, നമുക്കും പേടിയല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും കുട്ടികളെ നമ്മൾ ഫ്രീ ആയിട്ട് ഇറക്കി വിടാൻ പറ്റില്ല. കാരണം കൊച്ചുങ്ങൾക്ക് വയസ്സ് കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവരെ നല്ല അറ്റൻഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ഇതാകുമ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്കൊരു പേടിയില്ല. അവർ നമ്മുടെ കൂടെയാണല്ലോ, അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരും, നാട്ടുകാരായാലും അമ്പലക്കാരായാലും കമ്മിറ്റി മെമ്പേഴ്സായാലും എല്ലാവരും നല്ല സപ്പോർട്ടും നമുക്ക് നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ കളിക്കേണ്ടതെന്ന് പറ, നമ്മളവിടെ സമയം കോർഡിനേറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നാട്ടുകാർ തന്നെ കളിക്ക് ഞങ്ങളും കാണട്ടെ, ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു തന്ന നാട്ടുകാരും സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ നെഗറ്റീവ്സ് കമൻറ്റ് അടിക്കും, അത് നമുക്കും അറിയാം. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇനി അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നമ്മൾ പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. ദൈവം സഹായിച്ചാൽ അടുത്ത വർഷം നടക്കുമെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെയും കൂടി വീഡിയോ തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് ഞങ്ങൾക്കും എന്തുകൊണ്ട് പറ്റൂല എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റൂ കേട്ടോ. നിങ്ങളും ഇതുപോലെ വയസ്സായിരുന്നോ പ്രായമായിരുന്നോ ഇനി ഇങ്ങനെ ഇറങ്ങാൻ നാട്ടുകാർ എന്ത് പറയും എന്ന് വിചാരിച്ചൊന്നും മാറി നിൽക്കണ്ട. നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം.
നമ്മുടെ ലൈഫാണ്, അത് നമ്മളായിട്ടല്ലേ തീരുമാനിക്കരുത് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് അത് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ആയാലും ഞങ്ങളുടെ വീട്ടിലെ അമ്മയും അച്ഛനായാലും എല്ലാവരും നമുക്ക് സപ്പോർട്ടീവായിരുന്നു. അല്ലാതെ കല്യാണം കഴിച്ചതല്ലേ, ഒരു കുട്ടിയൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഒതുങ്ങിക്കൂടെ എന്നൊന്നും ആരും പറഞ്ഞില്ല. നമ്മളെ എൻകറേജ് ചെയ്ത് പോ, അവിടെ പോ ഇവിടെ പോ, അവിടെ കുറച്ച് കുറച്ച് കൂടുതൽ പിരിവ് കിട്ടും, ഇന്ന ഭാഗത്ത് പിരിവ് കിട്ടും, നിങ്ങൾ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളി വിടുകയാണ് ചെയ്തിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ പിടിച്ചു നിർത്താൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിരുന്നു. നമുക്ക് കുറേ ഐഡിയാസും കിട്ടി. അപ്പം നിങ്ങളും അതുപോലെ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ബൈ.